ഈ സ്വത്തും മുതലൊക്കെ വന്നതിന് ശേഷം എനിക്ക് പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങി. അതുകൊണ്ട് എന്താ കാരണം എന്നോ, സുഖലോലുപത കൂടി. പണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ നേരത്തെ എഴുന്നേൽക്കും, കുറച്ച് നടന്നു പോയിട്ടും പുഴയിൽ മുങ്ങിക്കുളിക്കും. ബംഗ്ലാവൊക്കെ ആയപ്പോൾ എന്തായി, വീട്ടിൽ തന്നെ മുറിക്കുളിയായില്ലേ, കുളിമുറിയിലല്ലേ പിന്നെ കുളി. അത് കാരണം നടക്കൽ മാറി, രാവിലത്തെ നടത്തം മുടങ്ങി. അങ്ങനെ അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളാണ് വന്ന്. സുഖലോലുപതകളിൽ ജീവിച്ചു. അദ്ദേഹം മടിയനായി, ജോലിയൊക്കെ കുറച്ച് കുറഞ്ഞു. സുഖം വന്നില്ലേ, ഇനിയിപ്പോൾ എന്തിനാ കൂടുതൽ സമയം ഈശ്വരസ്മരണ ഇല്ലാതെയായി. മനസ്സ് ഈശ്വരനിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ എങ്ങടാ പോവാ, ലൗകിക വിഷയങ്ങളിലേക്കാ പോവാ. അങ്ങനെ വിഷമിച്ചു. ഭഗവതിയോട് വന്നിട്ട് സങ്കടം പറയാ, ദിവസേന അമ്മ ഒരു പണി ചെയ്തോളൂ, എനിക്ക് ഈ തന്ന സമ്പത്തൊക്കെ അങ്ങോട്ട് തന്നെ എടുത്തോളൂ. ആ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുന്നില്ലേ, ആ കൈ മാത്രം നമുക്ക് ഇഷ്ടമല്ലേ, അങ്ങനെ ഒഴുകി വരികയല്ലേ, ആ കയ്യിലേക്ക് തന്നെ അങ്ങോട്ട് എടുത്തോളൂ, എനിക്ക് എൻ്റെ പഴയ സുഖവും സമാധാനവും സന്തോഷവും തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 4 ദിവസം അത് പ്രാർത്ഥിച്ച്. ഈ മഹാത്മാവ് ഇത് കാണുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് വാടി വിളിച്ചു. അടുത്ത് ചെന്നപ്പോൾ ചോദിക്കുകയാണ്. മഹാത്മാക്കൾക്ക് നമ്മൾ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചോദിച്ചു, അങ്ങ് ഇന്ന് എന്താ പ്രാർത്ഥിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട, എനിക്ക് ഒരു സമാധാനവും സുഖവും ഇല്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് തന്ന ഈ സർവ്വ സമ്പത്തും അങ്ങോട്ട് എടുത്തോളൂ, എനിക്ക് വേണ്ട, പഴയ സുഖവും സമാധാനവും തന്നാൽ മതി, സന്തോഷം വേണമെന്ന് പ്രാർത്ഥിച്ചു. അതല്ലേ ചെയ്യേണ്ടത് എന്ന്. കാവ്യ കൊടുത്ത ആളല്ലേ, സന്തോഷത്തോടു കൂടി ആന്ന് പറയുന്ന എഴുതിയിട്ട് ചോദിച്ചതാ. അപ്പോൾ മഹാത്മാവ് പറയാണ്, അങ്ങ് ഇനി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം. എങ്കിലൊരു പണി ചെയ്യൂ, അങ്ങ് ഇന്ന് ഈ പ്രാർത്ഥിച്ചതൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാനൊന്ന് പ്രാർത്ഥിക്കണം. അയ്യോ, അത് മാത്രം പറയരുത്, എനിക്ക് സുഖം സമാധാനം മതി, സമ്പത്ത് എനിക്ക് വേണ്ട, ഞാനത് ചോദിച്ചതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ എന്ത് ചെയ്തു, എങ്കിൽ അങ്ങ് അത് പ്രാർത്ഥിക്കണ്ട, അവിടെ പോയിട്ട് ഒരൊറ്റ കാര്യം പ്രാർത്ഥിക്കണം. ആ ഒറ്റ കാര്യം മതിയോ? എന്താ? അകത്ത് ചെല്ലുക, അമ്മയെ നന്നായി നോക്കുക, പദാരവിന്ദ അല്ലേ, കേശാദി പാദം, അങ്ങനെ നമ്മൾ അലങ്കാരമൊക്കെ നോക്കൂ, എന്ത് ചന്തായിട്ടാണ് ഭഗവാനെയും ഭഗവതിയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന. ആ അലങ്കാരങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവതിയുടെ വിഗ്രഹത്തെ കണ്ണ് തുറന്ന് തൊഴുത് മനസ്സിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ണങ്ങടെ അടയ്ക്കുക. കാരണം ഈ ഭൗതിക വസ്തുക്കളെല്ലാം എന്താ, മായയാണ്. ആ മായയിൽ നിന്ന് പോകാനാ കണ്ണടയ്ക്കണല്ലേ. ഗുരുവായൂർ 4 മണിക്കൂർ ക്യൂ നിന്ന് അവിടെ എത്തിയാൽ എന്താ, ഒറ്റടക്കലാ. കണ്ടു, കണ്ടില്ല ടീച്ചറെ, അപ്പോഴേക്ക് കണ്ണടച്ചു എന്ന് പറഞ്ഞ പോലെ അമ്മ. അതുപോലെ അവിടെ ചെന്ന് നിന്ന് തൊഴുത് ആ വിഗ്രഹത്തെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അങ്ങനെ തൊഴുത് കണ്ണടച്ച് നിൽക്കുക. എന്നിട്ട് എന്താ ചോദിക്കേണ്ടതെന്നറിയോ? അമ്മേ, എനിക്ക് അമ്മയെ തന്നെ തരണം എന്ന് ആ ദുർഗയോട് പ്രാർത്ഥിക്കൂ. അദ്ദേഹം അവിടെ ചെന്നു, എന്താ ഇപ്പം ഈ അമ്മയെ തന്നെ തരണം, അമ്മൻ്റെ കൂടെ ഇറങ്ങി പോന്നാൽ മറ്റുള്ളവർക്കൊക്കെ പൂജിക്കണ്ടേ. അപ്പോൾ പറയാണ്, അമ്മയെ തന്നെ തരണം എന്ന് പറഞ്ഞാലേ എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി, സർവ്വതും ആയില്ലേ. ശ്രീ ഭഗവതി